16 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് നോറ്റ് പട്ടിണി കിടന്ന് 16 ദിവസം കൊണ്ട് ക്ഷീണിച്ചവശരായി ഒരു കീറ കാരയ്ക്ക കൊണ്ട് നോമ്പ് മുറിച്ച് വീണ്ടും രാത്രി മൊത്തം ഒന്നും കഴിക്കാനില്ലാതെ കഷ്ടപ്പെട്ട് അത്താഴത്തിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വീണ്ടും നോമ്പ് നോറ്റ് ക്ഷീണിച്ചവശരായി തളർന്ന അവരുടെ മുന്നിലതാ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയില് ആശ്രയമില്ലാതെ നിവർന്നു നിൽക്കൽ പോലും ബുദ്ധിമുട്ടായ അവസ്ഥയിൽ വിശുദ്ധ റമളാന്റെ 16-ാമത്തെ ദിവസം അങ്ങോട്ട് കഴിയാനായപ്പോൾ അവരതാ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാവുകയാണ്. സത്യത്തിനു വേണ്ടി, ധർമ്മത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി, പ്രവാചകന് വേണ്ടി പോരാടാൻ അവർ തീരുമാനിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വന്നു മഹാനായ പ്രവാചകൻ ആ വിധി ഓതി കേൾപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന സഹാബാക്കളുടെ മുന്നില് അവരോട് പറഞ്ഞു, നമ്മൾ പറന്നു വീണ നാട്ടിൽ ആദർശ പ്രബോധനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ കുഫാറുകൾ നമ്മളെ ആട്ടിപ്പായിച്ചു. പറന്നു വീണ നാട്ടിൽ ജീവിക്കാൻ നമ്മെ അനുവദിച്ചില്ല. അവസാനം അവിടെ നിന്ന് നമുക്ക് ഓടിപ്പോരേണ്ടി വന്നു. നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോന്ന് ഇവിടെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചിട്ടും ഇവിടെയും സ്വസ്ഥമായി ആദർശ പ്രബോധനം നടത്താൻ നമ്മെ അനുവദിക്കുന്നില്ല. ഇത് നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ. നമുക്ക് പോരാടുക തന്നെ. നാം അങ്ങിലി പരിമിതമല്ലേ റസൂലേ, നമുക്ക് ആയുധമില്ലല്ലോ റസൂലേ, നമുക്ക് ഭക്ഷണമില്ലല്ലോ റസൂലേ, നമ്മൾ ബുദ്ധിമുട്ടി പോകില്ലേ റസൂലേ. ഇതൊന്നും ചോദിച്ചുകൊണ്ട് സഹാബാക്കള് മഹാനായ പ്രവാചകന്റെ തീരുമാനത്തിന്റെ റബ്ബിന്റെ വിധിക്ക് മുന്നില് എതിരഭിപ്രായം പറയാൻ തയ്യാറായില്ല. അവരതാ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവരോട് വാക്കുകൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഈ പോരാട്ടത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ എക്കാലവും ഇസ്സത്തോടെ നമുക്കും നമ്മുടെ സമൂഹത്തിലും ജീവിക്കാൻ കഴിയും. അതല്ല, ഈ പോരാട്ടത്തിലെങ്ങാനും നിങ്ങൾ രക്തസാക്ഷികളായാൽ അടിവാരത്തുകൂടി അരുവിയൊഴുകുന്ന ആരാപത്തിന് സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കുവാൻ കഴിയും. രണ്ടായാലും ലാഭം തന്നെ കേട്ടോ. അതുകൊണ്ട് പുറകോട്ട് പോകണ്ട, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകന്റെ നേതൃത്വത്തിൽ അവർ രണാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാ. പക്ഷേ അവരുടെ കയ്യിൽ വാളുകളില്ല, അവരുടെ കയ്യിൽ പരിചകളില്ല, അവർക്ക് കൊഴുത്തു പഠിച്ച ഒട്ടകങ്ങളില്ല, കുതിരകളില്ല. ഏതാനും തുരുമ്പിച്ച വാളുകളും ഏതാനും മെലിഞ്ഞ ഒട്ടകങ്ങളും 16 ദിവസം പട്ടിണി നിന്ന് തളർന്ന ശരീരവുമായിട്ട് അവർ യുദ്ധം നയിക്കാൻ പോകാനൊരുങ്ങുമ്പോൾ മറുഭാഗത്തെ അവസ്ഥ എന്താ? ആയിരക്കണക്കിന് ശത്രുക്കൾ പടയെടുത്തുകൊണ്ട് വരികയാ. അവരുടെ കയ്യിൽ കൊഴുത്തു പഠിച്ച ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്. എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധം നടത്തുന്നതിന് ആവശ്യമായ ആയുധങ്ങളുണ്ട്. എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധത്തിനായി തങ്ങിയാൽ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്. എല്ലാമായിട്ട് അവരതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹുങ്കാരം മുഴക്കി പടയെടുത്തു വരികയാ. പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാര്, മക്കളെ യുദ്ധത്തിന്റെ അങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ നൃത്തം ചവിട്ടി പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാരുണ്ട്, പാട്ടുപാടിക്കൊടുക്കാൻ മക്കളുണ്ട്. എല്ലാവരുമായിട്ടതാ കുടുംബസഹിതം വരികയാ മദീനയിലേക്ക്. രണാങ്കണത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ. ആയിരക്കണക്കിന് ശത്രുക്കൾ ഇങ്ങനെ നിരന്നു കഴിഞ്ഞപ്പോ മദീനയിലെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ഈ ശത്രുക്കളെല്ലാം അവരുടെ ആയുധങ്ങളും വാഹനങ്ങളുമായി തയ്യാറായപ്പോ അപ്പുറത്ത് നിന്ന് 313 വേച്ചു വരുന്ന പേക്കോലങ്ങളെ കണ്ടുകൊണ്ട് കുഫാറുകളുടെ നേതാക്കൾ പരിഹാസത്തോടെ ചോദിച്ചു, ഇവറ്റകളോട് മല്ലടിക്കാനാണോ ഞങ്ങൾ ഇത്രയും ആളുകൾ അവിടെ നിന്ന് പടയെടുത്ത് ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്? ഇവറ്റകളോട് പോരടിക്കാൻ ഞങ്ങളിൽ നിന്ന് വളരെ തുച്ഛമാളുകൾ മതിയായിരുന്നല്ലോ. എന്തിനാണ് ഞങ്ങളെ ഒക്കെ കൂടി വിളിച്ചുകൊണ്ടുവന്നതെന്ന് നേതാക്കന്മാരോട് ചോദിക്കുന്ന അനുയായികള്, സാരമില്ല, നമുക്ക് പെട്ടെന്ന് കഥ തീർത്തിട്ട് കടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സമാധാനിപ്പിച്ച് നിൽക്കുമ്പോൾ ആ 313 പേരിതാ വരികയാണ്. കടലിൽ കായം കലക്കിയതുപോലെ ഈ വലിയ ജനസഞ്ചയത്തിന്റെ ആയുധക്കൂട്ടങ്ങളുമായി നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ഈ 313 ദുർബലരെന്ന് കാഴ്ചയിൽ തോന്നുന്നവര് നോമ്പ് നോറ്റ് ക്ഷീണിച്ച് വേച്ച് കടന്നു വരുമ്പോൾ ഇപ്പൊ തന്നെ കഥ കഴിയുമെന്ന് കരുതിക്കൊണ്ട് വാളിന്റെ വായ്ത്തലയുടെ മൂർച്ച പരിശോധിച്ചുകൊണ്ട് രണാങ്കണത്തിൽ നിന്ന് പുഞ്ചിരിയുമായി പരിഹാസച്ചിരിയുമായി യുദ്ധത്തെ നേരിടാൻ തയ്യാറായ ശത്രുക്കളുടെ മുന്നില് ആ 313 പേർ അടുത്തെത്തുന്നു. വാളുകൾ ഉയരുന്നു, കുതിരകൾ ചലിക്കുന്നു, അന്തരീക്ഷത്തിലൂടെ പൊടിപടലങ്ങൾ പാറുന്നു. അതാ 313 പേരുടെ വായിൽ നിന്ന് പുറത്തേക്കൊരു മുദ്രാവാക്യം വരുന്നു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ.
നിഅമൽ മൗലാ വ നിഅമൻ നസീർ. വാളുകൾ ഞങ്ങൾക്ക് വേണ്ടടോ, ഒട്ടകങ്ങൾ ഞങ്ങൾക്ക് വേണ്ടടോ, പരിചകൾ ഞങ്ങൾക്ക് വേണ്ടടോ, കുതിരകൾ ഞങ്ങൾക്ക് വേണ്ടടോ. ഹസ്ബുനല്ലാഹ്, ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ, അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ, അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ. ആ റബ്ബിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. ഞങ്ങൾ വാളുകളിൽ ബലമർപ്പിക്കുന്നില്ല, ഞങ്ങൾ പരിചകളിൽ വിശ്വാസമർപ്പിക്കുന്നില്ല, ഞങ്ങൾ ഒട്ടകങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്നില്ല. ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആകാശഭൂമികളുടെ സംവിധായകനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തവും. ആ റബ്ബിൽ ഞങ്ങളുടെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ മുന്നേറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ 313 പേര് ഏതാനും മിനിറ്റുകൾ ജനാങ്കണത്തിൽ പോരടിച്ചപ്പോൾ ചരിത്രത്തിലെ അത്ഭുതം സംഭവിക്കുകയാ. ആയിരക്കണക്കിന് ശത്രുക്കൾ നിർനിമേഷരായി, നിശ്ചലരായി, അസ്തപ്രജ്ഞരായി നോക്കി നിൽക്കയാ. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ കണ്ണുതല്ലി നോക്കി നിൽക്കുമ്പോൾ അതാ ഹുങ്കാരം വിളക്കി പടയെടുത്തു വന്ന കുഫാറുകൾ അത്ഭുതസ്തബ്ധരായി നോക്കി നിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്കതാ ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ് അതൊരു വികാരമായി പടരുകയാണ്. ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ് ആ മുദ്രാവാക്യവുമായി അവർ രണാങ്കണത്തിൽ ഏറ്റുമുട്ടുകയാണ്. ശത്രുക്കളിൽ നിന്ന് ധാരാളം പേരുടെ ശിരസ്സത്ത് നിലത്ത് വീഴുകയാണ്. ശത്രുക്കളുടെ ചോര കൊണ്ട് അന്തരീക്ഷം ചുമക്കുകയാണ്. മദീനയുടെ മണൽത്തരികൾ സഞ്ചാരമണിയുകയാണ്. ബാക്കിയുള്ളവർ തിരിച്ചോടുകയാണ്. ഒട്ടകങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു, കുതിരകളെ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു, വാളുകൾ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു, ആഹാര സാധനങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശത്രുക്കളെ തിരിച്ചു പരക്കം പായുകയാ. 313 പേര് ആയുധങ്ങളോട് പടവെട്ടി, ആയുധങ്ങളില്ലാതെ പടവെട്ടി, ആരോഗ്യമില്ലാതെ പടവെട്ടി, പരിചകളും വാളുകളുമില്ലാതെ, ഒട്ടകങ്ങളില്ലാതെ, കുതിരകളില്ലാതെ പടവെട്ടി ആ 313 പേര് ഉജ്ജ്വലമായ വിജയം വരിക്കുകയാ. എങ്ങനെയാ ഇത് കഴിഞ്ഞത്?